സ്നേഹനഗർ പ്രസിഡന്റായി സതീദേവിയെ വിജയി. ഭാരതത്തിന്റെ പൊന്നോമന പുത്രി സതി, അങ്ങനെ ഒരു പോസ്റ്റ് കൂടി വേണം. അയ്യേ, അതിത്തിരി കട്ടി കൂടും. കേരളത്തിന്റെ പൊന്നോമന പുത്രി അത് മതി. എനിക്ക് അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. നിറകുടമെന്ന് ഈ ലോകത്തിൽ ആരെ കുറിച്ചെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചേച്ചിയെ കുറിച്ച് മാത്രമായിരിക്കും. നിങ്ങളിങ്ങനെ കിന്നരിച്ചിരുന്നാലേ തെരഞ്ഞെടുപ്പ് അങ്ങ് പോകും. വേറെ പെണ്ണുങ്ങൾ പ്രസിഡന്റ് ആവും. അതെ, ഒരു മിനിറ്റ്. അതെ, കേരളത്തിന്റെ പൊന്നോമന പുത്രി സതിക്ക് വോട്ട് ചെയ്യുക. ഒന്ന് എഴുതി സഹോദരൻ. അങ്ങനെ എടുക്കോ. എടുക്കാം. എല്ലാം പറഞ്ഞു. ഒന്ന് എഴുത നീ, ഒന്ന് എഴുത. അയ്യോ ചേച്ചി, കേരളത്തിന്റെ പെണ്ണോമന പുത്രി എന്നോ? തെരഞ്ഞെടുപ്പിനെ പൊന്നും പെണ്ണും എല്ലാം തുല്യവാ. എഴുതിയതൊക്കെ മതി. അതെങ്കിൽ തരാം. വേഗം എഴുതാമാ. മതിയെന്ന് മതിയോ? ബാക്കിയുള്ള പേപ്പറെല്ലാം കൂടെ അനിയിരുന്ന് എഴുതി. ബാക്കിയെല്ലാം പെട്ടെന്ന് എഴുതി വെക്കണം കേട്ടോ. നീ പൊന്നോമന പുത്രി കുറെ ഇരുന്നോട്ടെ. പൊന്നോമനെന്ന് എഴുതിയാലും കുഴപ്പമില്ല. ജന്തു പറയണെന്ന് പറഞ്ഞേ, സമയം പോയല്ലോ. എല്ലാ സ്ട്രീറ്റിലും നിരത്തി ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ച പോസ്റ്റിന്റെ പുറത്ത് സതിച്ചേച്ചി ഒട്ടിച്ചു. ആഹാ, ഇനി അങ്ങനെ വല്ല സംഭവിച്ചാലേ അവളുടെ എല്ലാ പോസ്റ്റും കീറി കളഞ്ഞാൽ ചിലപ്പോഴേ കീറു. ലീലാവതി ഗുണദോഷിക്കുകയാണെന്ന് വിചാരിക്കരുത്. എലി മലയോട് മത്സരിക്കാൻ പോവരുത്. എന്നെ മലാന്ന് വിളിക്കരുത് കേട്ടോ. അപ്പൊ ഞാനാരെ എലിയാ? അയ്യയ്യേ, നിങ്ങൾ എലിയും പുലിയൊന്നും അല്ല. സതിക്കുഞ്ഞ്, ലീലാവതി കുഞ്ഞ്. തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. പറ കുഞ്ഞ്, പോയി പോസ്റ്റ് ഒട്ടിക്കാൻ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. ഞാൻ ബുക്ക് ചെയ്ത സ്ഥലത്ത് വേറെ പോസ്റ്റർ പതിപ്പിക്കുന്നെങ്കിൽ അപ്പോഴാ ലീലാവതി ആരാണെന്ന് കാണിക്കാൻ പോകുന്നു. നഗര പ്രസിഡന്റിന്റെ കോട്ടേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലയോ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്ത് ചാടിയത്. ചാടിയിട്ട് ഇപ്പൊ എന്തോന്നായി? ആലോടിച്ചത് മെച്ചം. പക്ഷെ എന്റെ സതിമോളെ ജന്മനാ പ്രസിഡന്റ്. ഭരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവളാ. ഭരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവര് ഭരണം കിട്ടാതെ കരയുന്നത് നഗരക്കാര് കാണാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഈ നഗരം മിച്ചം കാണുമോ എന്തോ. ദാമോദര, സുഖല്ലേ? അച്ഛന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമല്ല. 6 വർഷമോ? 6 വർഷം ഒരാഴ്ച പോലാ തോന്നുന്നേ. പിന്നെ സ്നേഹനഗറിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ ഞങ്ങൾക്കറിയാം. കുട്ടി, ഓ, കളവന് കൃമിയടി തുടങ്ങി. എന്താ കുട്ടി ഇങ്ങനെ അധമ വാക്കുകൾ സംസാരിക്കാതിരിക്കൂ? കുട്ടി, നഗറിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ്. എന്റെ ഹൃദയമാകുന്ന നിയോജക മണ്ഡലത്തിൽ, ഒറ്റപ്പെട്ട നിയോജക മണ്ഡലത്തിൽ കുട്ടിയുടെ ഒരു വോട്ട്. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വോട്ട് ഞാൻ കൂട്ടുകാരെ തല്ലി ഓടിക്കും. അയ്യയ്യേ, മനുഷ്യൻ ഇങ്ങനെയുണ്ടാപ്പാ. ചേച്ചിയാ? നീ എന്താ എന്നെ വിളിച്ചത്? ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ കാശ് 2 ദിവസത്തിനുള്ളിൽ തന്നില്ലേണ്ടല്ലോ. ഈ സൗഭാഗ്യലക്ഷ്മി ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചോടി. ഞാൻ എപ്പോഴാ കാശ് കടം വാങ്ങിയേ? മിണ്ടരുത്, തുറക്കരുത്. ഈ സൗഭാഗ്യത്തെ പറ്റി ആരും ആളാവാൻ കേൾക്കണ്ട. എന്താ കാര്യം? കാശ് കടം വാങ്ങിയിട്ട് തിരികെ തന്നില്ല, അതന്നെ കാര്യം. ഞാൻ എപ്പോഴാ കടം വാങ്ങിയേ? ആര് പറഞ്ഞു കടം വാങ്ങിയെന്ന്? പിന്നെ എന്നോട് ചൂടായത്? അതെന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചതല്ലേ. ഞാൻ ചൂടാകുമ്പോ എന്റെ ഭംഗി കൂടുന്നു, മുഖം തുടുക്കുന്നു ശാരദയല്ലേ പറഞ്ഞത്. വഴക്ക് പറഞ്ഞും ദേഷ്യം കാണിച്ചു എന്റെ സൗന്ദര്യം മാക്സിമം കൂട്ടാൻ നോക്കല്ലേ ഞാൻ. അണപ്പരിക്കും. ഇപ്പൊ മുഖം ചുവന്നോ മോളെ? എന്നോട് കളിക്കാൻ വന്നായിട്ടല്ലേ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. എന്നെ പറ്റിക്കാൻ എന്നെ പറ്റിച്ചോ? നിന്നോട് ഓടല്ലേന്. ആകെ ഒരു പരവേശം ടീച്ചറെ, ആകെ ഒരു പരവേശം. ഉറങ്ങാൻ പറ്റണില്ല. കണ്ണടച്ച കാണുന്നത് പ്രസിഡന്റിന്റെ കസേരയിൽ സതിയോ ലീലാവതിയോ കയറിയിരിക്കുന്നതാണ്.
കാര്യം ഒരു നഗറിന്റെ പ്രസിഡന്റ്. പക്ഷെ അധികാരം എന്ന് പറയുമ്പോ അധികാരം തന്നെയാണ് നാടായാലും നഗരായാലും. ഈശ്വര, ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടായിട്ടും അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ഈ ഒരു സ്ഥാനത്തിന്റെ ബലത്തില. ദേ, ഞാൻ എന്റെ ജീവൻ എടുക്കാൻ പോവാ. എന്നെ ചാവാനെങ്കിലും അനുവദിക്കണം പ്ലീസ്. ഞാനൊന്ന് മരിച്ചോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കൂട്ടത്തോടെ അങ്ങ് മരിക്കാം. ഞാൻ അകത്തെ ഫാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചാകാനും കൊല്ലാനും ഒക്കെ വരട്ടെ, ആദ്യം നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമോ നോക്കാം. അവിടുത്തെ ആ ശാരദയെ നാളെ തന്നെ ഞാൻ വിളിച്ചോണ്ട് വരാം. അല്ല, എന്തിനാ എന്നെ കുഞ്ഞുമ്മേടെ കാണണമെന്ന് പറഞ്ഞേ? അതൊക്കെ ഉണ്ടെന്നേ. ശാരദ വാ. ഇത് ശാരദ ചേച്ചിയെ കാണാൻ വന്നതാ. ഞങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ദൈവം. വാ ശാരദ. അല്ല, വാ. എന്തിനാ എന്നെ വിളിച്ചേ? ഇരിക്കും. കാര്യം പറ ചേച്ചി. എന്താ? ആരാ? ചേച്ചി എന്തേ? അയ്യോ, എന്താ എന്താ കാര്യം? ഒരു വെള്ളം പോലെ കുടിക്കാതെ കിടക്കുക കാലത്ത് മുതലേ. വാ, നമുക്ക് നോക്കാം. വാ. ചേച്ചി, ചേച്ചി. ചേച്ചി വാ. ചേച്ചി, ചേച്ചി എണീക്ക് ചേച്ചി. ദേ ശാരദ വന്നു. എണീക്ക് ചേച്ചി. വിഷമിക്കാതെ ചേച്ചി, ദൈവം അങ്ങനെ കൈവിടുകയൊന്നുമില്ല. വാ. ഇരിക്ക്. ഗുളിക. എന്താ ഗുളിക വേണോ? ഏതിന്റെ ഗുളികയാ? പ്രഷർ, ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോള്, ഹാർട്ട്, ഡയബറ്റീസ്, ആസ്മ. ആസ്മയുടെ ഗുളിക. ആ. ശ്ശോ, ഇതിലേതാ ചേച്ചി? ഒരു കവറിന്റെ പുറത്ത് ആന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ആസ്മയുടെ ഗുളിക. പ്രാന്ന് എഴുതിയിട്ടുള്ളത് പ്രഷറിന്റെ. അല്ല, ഇത്രയും അസുഖങ്ങളുണ്ടോ? ടോട്ടൽ അസുഖങ്ങളുടെ പകുതി ലിസ്റ്റാ ഞാൻ പറഞ്ഞേ. വേദനയ്ക്കിടയിലും പുഞ്ചിരിക്കുന്ന പുണ്യ ജന്മ ദേ ഇരിക്കുന്നത്. ശാരദ ഇരിക്കേ. ഇത്തിരി ചേർന്നിരിക്കേ. എന്തിനാ എന്നെ വരാൻ പറഞ്ഞത്? പ്രത്യേകിച്ച് കാരണം ഉണ്ടെങ്കിലേ ചേച്ചിക്ക് അനിയത്തെ കാണാൻ പാടുള്ളൂ. ഇന്നോ നാളെയോന്ന് അറിഞ്ഞൂടാ. ഓരോ ദിവസം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴാ ജീവിതം ഒരു ദിവസം കൂടി നീട്ടി കിട്ടിയെന്നറിയണേ. ഒരാഗ്രഹം കൂടി, കണ്ണടയുന്നതിന് മുമ്പ് ഒറ്റൊരാഗ്രഹം കൂടി. ഒരിക്കൽ കൂടി ഈ നഗറിന്റെ പ്രസിഡന്റ് ആവണം. ബ്രഹ്മാവ് ഇരിക്കുമ്പോഴാണോ ആയുസിന് പഞ്ഞം? ശാരദ ഉള്ളപ്പോഴാണോ കുഞ്ഞുഞ്ഞാമയ്ക്ക് ജയിക്കാൻ പ്രയാസം? നാത്തൂന് ഇലക്ഷൻ നിൽക്കരുതെന്ന് ഒറ്റ വാചകം പറഞ്ഞാ പോരെ? എന്താ പറ്റില്ലേ? അയ്യോ ചേച്ചി. അയ്യോ, ദേ വലി കുടുങ്ങി. ഗുളികെടുക്ക്. അയ്യോ, ദേ കുഞ്ഞിന് പ്രഷർ കൂടാതിരിക്കാൻ കുഞ്ഞ് പ്രഷർ ചെയ്യണം. നാത്തൂനെ പ്രഷർ ചെയ്യണം. നാത്തൂനെ പ്രഷർ ചെയ്തില്ലെങ്കിൽ ഒരു മരണത്തിന് നമ്മൾ ഉത്തരം ചെയ്യില്ലേ? പ്രഷർ ചെയ്യില്ലേ? കുടിക്ക്. ഇതും കൂടെ കുടിക്ക്. അയ്യോ, വലിവ് വന്ന. അയ്യോ മോളെ, സതി മോളെ. എന്താ അമ്മാവാ? നീ ഇങ്ങനെ വീടിനകത്ത് ഒരു കഥ കടിച്ചിരുന്നല്ലോ. വോട്ട് ആണുങ്ങൾ കൊണ്ടുപോകും, അല്ല പെണ്ണുങ്ങൾ കൊണ്ടുപോകും. കാര്യം എന്താന്ന് എന്റെ പറയാ? മോളെ, തെരഞ്ഞെടുപ്പിന് പ്രചരണ തന്ത്രങ്ങൾ ഇറക്കണം. ഹൗസ് നമ്പർ 27 ഗൃഹനാഥൻ ഒരു വലിയ ചുമടുമായിട്ട് പോകുന്നു. കൊണ്ടുപോട്ടെ. വോട്ടേന്നോ? അത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലെത്തിക്കണം. എന്തിനാ? അവിടെ 4 ചോട്ടുള്ളതാ. ആ വോട്ടെല്ലാം നമുക്ക് ഇങ്ങ് പോരുവന്ന്. പിന്നെ ശൗന്തളെ, ഞാൻ ഇപ്പൊ വരാം. ഓടി വാ.
അതെ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല. ഈ സ്നേഹനഗരി സതി ജീവനോട്ടിരിക്കുമ്പോ ചേട്ടൻ ഭാരം ചുമക്കോ? പറ്റില്ല. ജനസേവനം ജനസേവനം എന്ന് പറഞ്ഞ സ്വന്തം ആരോഗ്യം ക്ഷയിപ്പിച്ചു ഞാൻ ഉള്ളിടത്തോളം കാലം ഈ ഭാരം ഞാൻ എടുക്കും. ഇവിടുത്തെ ജനങ്ങളുടെ ഭാരം ഞാൻ തന്നെ എടുക്കും. വിട്ടേമാവാ, ഞാൻ എടുക്കാം. ഇവരെവിടുന്ന് വന്നു? ലീലാവ് ചേട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ ആരും ഭാരം ചുമക്കുന്ന കണ്ടാലും ആദ്യം ഏറ്റവും കാര്യം. അയ്യോ, ദേ, അമ്മ കൊടുക്കരുത്. കൊടുക്കരുത്. ഈ ഭാരം അയ്യോ എന്റെ 3000 രൂപ ഡിന്നർ സെറ്റ് പോയി. അയ്യോ അയ്യോ എന്റെ 3000 ഡിന്നർ സെറ്റ്. നീ ആ മോളിൽ പോയിട്ടേ തലകണയും ബെഡ്ഷീറ്റും പുതപ്പും ട്രങ്ക് പെട്ടിയും കൊണ്ടുപോവാ. ചാക്കിലേക്ക് കിട്ടുവല്ലേ? ആ അയ്യോ ചേച്ചി ഇതൊക്കെ പ്രശ്നമാവില്ലേ? പിന്നെ പ്രശ്നം ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഉറപ്പായ ഇതുപോലെയൊക്കെയുള്ള സംഗതികൾ ആര് ചെയ്യും? അതൊക്കെ നാട്ടു നടപ്പാ. അപ്പൊ അതാണല്ലേ കാര്യം. അതെ ഈ നാടല്ല ആ നാട്. ഈ ബെഡിലൊക്കെ അപ്പടി പൊടിയാ. പുറത്തിട്ട് പൊടി കളയാന്ന് വിചാരിച്ചു. അടികളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം കേട്ടാ. നഗറുകാരുടെ രക്തം ഊറ്റി കുടിച്ച മൂട്ടകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതെ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഇതങ്ങ് തുല്യായിട്ട് വിരിക്കാം. അതെ, അങ്ങനെ ചെയ്യുന്നത് എല്ലാം നമുക്ക് തുല്യായിട്ട് എടുക്കാം. അങ്ങനെയാ? അതേ